സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചെയ്ത് നോക്കുകയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. കൊലോസ്യർ 3:21 വാക്യം. നമ്മുടെ ജോലി സംബന്ധമായ ആകുലകളിൽ പൗലോസ് നമുക്ക് വിശ്വാസയോഗ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വിശ്വാസികളോട് ആളുകൾ അംഗീകാരത്തിന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ ഉത്സാഹിക്കുന്നു. അപ്പോസ്തലൻ പറഞ്ഞപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. കൊലോസ്യർ 3:21-24 വാക്യം. പൗലോസ് നൽകിയ ജ്ഞാനത്തിൻ്റെ പ്രതിഫലനം എന്നോണം നമ്മുടെ ഭൗതികമായ യജമാന്മാരുടെ മുൻപാകെ നിലവിലാകാനുള്ള യജ്ഞം നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും നാം അവരെ ബഹുമാനിക്കുകയും നമ്മുടെ മികച്ചത് അവർക്ക് നൽകുകയും വേണം. എന്നാൽ നാം നമ്മുടെ പ്രവൃത്തി കർത്താവിനെന്ന പോലെ തനിക്കായി നമ്മുടെ പ്രവൃത്തിയെ നയിപ്പാനും അഭിഷേകം ചെയ്യുവാനും ആവശ്യപ്പെടുമ്പോൾ അവിടുന്ന് നമ്മുടെ അധ്വാനത്തിന്മേൽ വെളിച്ചം പകരും. നമ്മുടെ പ്രതിഫലം നമ്മുടെ ജോലി സമ്മർദ്ദം കുറയുകയും നമ്മുടെ കർത്തവ്യം പൂർത്തിയാവുകയും ചെയ്യും. അതുമാത്രമല്ല, നാം ഒരു നാൾ അവിടുന്ന് പറയുന്നത് കേൾക്കും, നീ നന്നായി ചെയ്യുക. നിങ്ങളുടെ ജോലിയിൽ മറ്റുള്ളവരെ നിങ്ങളെ തന്നെയോ പ്രസാദിപ്പാനുള്ള സമ്മർദ്ദം എന്താണ്? നിങ്ങൾ ദൈവത്തിനായി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഓരോ ഘട്ടത്തിലും എന്ത് പുരോഗതിയാണ് ഉണ്ടാവുക? പ്രാർത്ഥിക്കാൻ. സ്വർഗസ്ഥനായ പിതാവേ, ഞാൻ സമ്മർദ്ദങ്ങൾ നേരിടുമ്പോൾ ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് വേഗത്തിൽ അറിഞ്ഞേക്കാം. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അങ്ങേ മുന്നിൽ നിർത്തുവാൻ എൻ്റെ ഹൃദയത്തെ ചിന്തകളെയും വഴിതിരിച്ചു വിടണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കഴിഞ്ഞ രാജ്യക്കാലം വരാവുന്ന ആപത്തകർന്ന് രോഗത്തൊക്കെ മണത്തുന്നെല്ലാം ദൈവമേ കാത്തിരുവാച്ചു. പുതിയ രാജ്യക്കാലം ദൈവമേ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.